നിങ്ങളുടെയൊക്കെ നാടുകളിലുണ്ടോ ഇതുപോലെ പറക്കെഴുന്നള്ളത്ത്? ജീവതയിൽ നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരും ഭഗവാന്മാരുമൊക്കെ വർഷത്തിലൊരിക്കൽ നമ്മളുടെ വീടുകളിലേക്ക് എത്തും. അതാണ് പറക്കെഴുന്നള്ളത്ത്. ജീവതയിലാണ് ഇത് വരുന്നത്. അപ്പോൾ എല്ലാ വീടുകളിലും ഇതുപോലെ ചേടിയൊക്കെ വരച്ച്, ചാണകം മെഴുകി ചേടിയൊക്കെ വരച്ച്, നിലവിളക്കും ഇലയും പൂവും ഒക്കെ ആയിട്ട് ദേവിയെ സ്വീകരിക്കാനായിട്ട് തയ്യാറാക്കി വയ്ക്കും. അപ്പം ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ഓരോ ദിവസം ഓരോ ഭാഗത്ത് 10 ദിവസങ്ങളിലായിട്ടാണ് പറക്കെഴുന്നള്ളുന്നത്. അതായത് വർഷത്തിലൊരിക്കൽ ദേവി, ഞങ്ങളുടെ കുന്നത്തൂരമ്മയുടെ പറയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ദേവി വർഷത്തിലൊരിക്കൽ എല്ലാ വീടുകളിലും എത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിനായിട്ട് വരുന്നതാണ്. അപ്പം നമ്മൾ അത്രയും വൃത്തിയായിട്ടും ശുദ്ധിയോടെയും നമ്മുടെ ദേവിക്ക് ഇരിക്കാനുള്ള സ്ഥലം മുമ്പൊക്കെ ചാണകമൊക്കെ മെഴുകിയായിരുന്നു അമ്മയൊക്കെ വൃത്തിയാക്കി ഒരുക്കി വയ്ക്കാറുള്ളത്. ഇപ്പം പിന്നെ എല്ലായിടവും ഇതുപോലെ കല്ലൊക്കെ പാകിയിട്ടുള്ളതുകൊണ്ട് ചാണകം ഒന്നും മെഴുകണ്ടെങ്കിലും ചേടിയൊക്കെ വരച്ച് നിലവിളക്കും ഇലയൊക്കെ ആക്കി റെഡിയാക്കി വെക്കും. കണ്ടോ? അപ്പോൾ ഇത് കണ്ണൻകുട്ടൻ്റെ പുതിയ വീട്ടിലെ ആദ്യത്തെ പറയാണേ. അപ്പം അങ്ങനെ എല്ലാവരും റെഡിയായി നിൽക്കുവാണ്. പറയെഴുന്നള്ളുന്നത് നോക്കി ഇരിക്കുകയാണ്. അങ്ങനെ ഒരു 10-11 മണിയായെന്ന് തോന്നുന്നു. അപ്പോഴാണ് പറയെത്തിയത്. കണ്ടോ? ഇതേപോലെ എല്ലാം റെഡിയാക്കി വെച്ചേക്കാം. അപ്പോൾ എല്ലാ നാടുകളിലും ഇതുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന, പക്ഷേ സ്റ്റാറ്റസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ ചോദിച്ചു. എന്നോടും ബിന്ദുവിനോടും ഒക്കെ ചോദിച്ചു എന്താണിത് സംഭവം എന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ എടുത്തേക്കാന്ന്. അപ്പോൾ ഞാനത് ശരിക്കും വീഡിയോയ്ക്ക് വേണ്ടി എടുത്തല്ലാത്തതുകൊണ്ട് അതിൻ്റെ പോരാഴികകൾ കാണും കേട്ടോ. അപ്പം നമ്മുടെ ദേവി പറക്കെഴുന്നള്ളുന്നതും ദേവിക്ക് പറ കൊടുക്കുന്നതും ഒക്കെയാണ്. നമ്മുടെ ദേവനും മാളും കണ്ണനും എല്ലാവരും നന്ദൂസും എല്ലാവരും റെഡിയായിട്ട് ഭയങ്കര ഉത്സാഹത്തോടെ നിൽക്കുവാണ്. നമുക്ക് പറക്കെഴുന്നള്ളത്ത് കാണാം. അപ്പോൾ കുന്നത്തൂരമ്മ എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പറ കാണാം. അപ്പം നമ്മൾ എന്താണോ പറയിടുന്നത്, നെല്ല്, അരി, പഞ്ചസാര, അവൽ, എന്ത് വേണേലും ഇടാം. അപ്പോൾ എന്താണോ നമ്മൾ പറയിടാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒന്നുകിൽ അതിന് ആ സാധനം മേടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ രസീത് കാണും, അതിന് ഉള്ള തുക എത്രയാണെന്ന് വെച്ചാൽ അത് നമ്മൾ അടച്ചാൽ മതി. അപ്പോൾ അമ്മ ഇവിടെ സ്ഥിരമായിട്ട് അരിപ്പറ ഇടാറുണ്ട്. അപ്പോൾ അമ്മ അരി മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നെൽപ്പറയ്ക്കുള്ള നെല്ലൊക്കെ അവർ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ പറയൊക്കെ അവർ കൊണ്ടുവരും കേട്ടോ. അപ്പം നമ്മളിതുപോലെ വൃത്തിയാക്കി ഇട്ടിരുന്നാൽ മാത്രം മതി. ഇലയും വേണം, 3 ഇല, ഒന്ന് പറ വയ്ക്കാനും, ഒന്ന് ചങ്ങഴിക്കും, ഒന്ന് നാഴിക്കും. അങ്ങനെ 3 ഇലയും വെച്ച് പിന്നെ അമ്മ എല്ലാ വർഷവും നല്ല വലിയ മാല കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ മാലയൊക്കെ ഉണ്ട്. ദേവി എഴുന്നള്ളുമ്പോൾ നമ്മൾ അഷ്ടമംഗല്യവും കൊടിവിളക്കും ഒക്കെ ആയിട്ട് സ്വീകരിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടാണ് ഇതേപോലെ പറയിടുന്നത്. നമുക്ക് പെണ്ണുങ്ങൾക്കും പറയിടാം കേട്ടോ. ആരുടെ പേരിലാണോ നമ്മൾ നേർന്നിരിക്കുന്നത് ആ ആളിന് പറ നൽകാവുന്നതാണ്. കണ്ടോ? ഉണ്ണി കുഞ്ഞിട്ട് അല്ല അല്ല നോക്കട്ടെ. 4 പറ. ഇനി 4 കൂടെ ഉണ്ട്. ഇനി 4 കൂടെ നേരെ നിൽക്കത്. പിന്നിടാം പിന്നിടാം കേട്ടോ. പിന്നിടാം.
കണ്ണെ വാരിക്കട്ട് പോകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ ഞങ്ങളുടെ കുന്നത്തൂരമ്മയുടെ പറക്കെഴുന്നള്ളത്ത് കഴിഞ്ഞു. കണ്ടോ, അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും പറയിട്ടു കേട്ടോ. കണ്ണനും ദേവനും ആളും ഒക്കെ. ഇത് കണ്ണൻ്റെ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കണ്ണൻ്റെ പുതിയ വീട്ടിലെ ആദ്യത്തെ പറക്കെഴുന്നള്ളത്താണ്. അപ്പം നേരത്തെ കുട്ടമ്പേരുടെ അമ്മ വന്നായിരുന്നു. അപ്പോൾ അന്നേരം പിന്നെ കണ്ണക്കുട്ടനും എല്ലാവരും പറയിട്ടായിരുന്നു.